ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലങ്കുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. കല്ലങ്കുന്ന് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ആത്മഹത്യ ചെയ്തത്. വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞു. 2019-ലാണ് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത്. വീട് പണി പൂർത്തീകരിക്കാനാണ് വായ്പയെടുത്തത്. കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 14-ന് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. ബാങ്കിൽ നിന്നും അധികൃതർ വീട്ടിലെത്തി ജപ്തി ഭീഷണി മുഴക്കിയതിന്റെ മനോവിഷമത്തിലാണ് അശോകൻ ആത്മഹത്യ ചെയ്തതെന്ന് ഭാര്യ പ്രമീള പറഞ്ഞു. അശോകനും ഭാര്യ പ്രമീളയും മകനും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. മരിച്ചതിനു ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പ്രമീള ആരോപിച്ചു. ബാങ്കിലെ കടയുണ്ട്, അതുകൊണ്ടാണ് ചെയ്തത്. എത്ര കട ഉണ്ടായിരുന്നു? 2 ലക്ഷം രൂപ എടുത്ത, പിന്നെ കുറച്ച് അടച്ചിട്ട് പിന്നെ പറ്റാണ്ടായി. അപ്പൊ പിന്നെ പുതുക്കി 2 പ്രാവശ്യമായിട്ട് പുതുക്കി 4 ലക്ഷത്തി 5 ലക്ഷത്തോളമായി. ഏത് ബാങ്കിന്ന്? കല്ലങ്കുന്ന് ബാങ്ക് സൊസൈറ്റി. എത്ര വർഷം എടുത്തിട്ട് 5 വർഷമായി. അവരവിടെ നിന്ന് ഭീഷണിപ്പെട്ട് അങ്ങനെ പറയാനോ? അവര് ഒന്ന് പറഞ്ഞു അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്ക് ഭയങ്കര വിഷമായി, ഭീഷണി പോലെ ആൾക്ക്. അപ്പൊ ആൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ അറിയിക്കാണ്ടാണ് ഈ പണി ചെയ്തത്. കുടുംബം നോക്കിയായിരുന്ന ആളാ, അത് പറ്റാണ്ടായിപ്പോ ഭീഷണിയിലേക്ക് എത്തിയോ? പ്രാവശ്യം എന്തായാലും ഇതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയിട്ട് ഞങ്ങൾക്ക് പോകാൻ ഇടയില്ല. ഞങ്ങൾ തമ്മിൽ പോകാൻ അച്ഛനും കൂടി പോകാന്നുള്ള പ്ലാനായിരുന്നു, ഒന്നിച്ച് പോകാന്നുള്ള പ്ലാനായിരുന്നു. അത് ആ മുന്നേ ആൾ കൊണ്ടുപോയത്. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. എവിടേക്ക് പോകല്ലാണ്ട്. ഇതിന് ശേഷം ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആരും വന്നിട്ടില്ല ഇവിടെ.